ഹലോ നമസ്കാരം, ഞാൻ ഷബീബ്. എല്ലാവർക്കും ഷബീബ് റോണിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു പപ്പട ചമ്മന്തിയാണ്. അതായത് ഗൾഫുകാർക്കൊക്കെ പെട്ടെന്ന് ഉച്ചക്ക് ഭക്ഷണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന, അതേമാതിരി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പപ്പട ചമ്മന്തിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പൊ ഇതില് നമ്മൾ എടുക്കേണ്ടത് ഒരു പിടി തേങ്ങ ചിരവിയത്, പിന്നെ ഒരു 3 വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല 2 തണ്ട്, പിന്നെ കുറച്ച് മാങ്ങ ചെത്തിയത്, ഒരു ഇഞ്ചിയുടെ കഷ്ണം, അതേമാതിരി കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വപ്പടം വേണം. അത് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു തരണം. അമ്മിയിൽ അരക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അമ്മിയിൽ തന്നെ അരക്കണം. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലാണ്. ഗൾഫുകാർക്കൊക്കെ മിക്സി ആക്കാരും ബെറ്റർ. അതുകൊണ്ട് മിക്സിയിലാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറ്റൽമുളകും ഉള്ളിയും വറുത്തെടുത്തിട്ട് വരണം. അപ്പൊ നമുക്ക് തയ്യാറാക്കിയിട്ട് വരാം. അപ്പൊ ഇതിൽ നമ്മൾ വറുത്തെടുത്ത ചെറിയുള്ളി, ഉണക്കമുളകും അതുപോലെ മാങ്ങ ഇഞ്ചിയും പാട് അരച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിരവെടുത്തിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയും പാട് ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇതൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വപ്പടത്തിന്റെ പരിപാടിയാണ്. പപ്പടം എന്ത് ചെയ്യണം? നമ്മൾ ഇതിലിട്ടിട്ട് അടിക്കുക. ഒന്നുകൂടി പൊട്ടിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുക. അമ്മിമലാണെങ്കിൽ നമ്മളിതൊക്കെ അരച്ചെടുത്തതിന് ശേഷം വപ്പടം ഇതിലിട്ടിട്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്താലും മതി കേട്ടോ. അമ്മിമലാണ് ഏറ്റവും ബെറ്റർ. വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മിമൽ ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ ഗൾഫുകാർക്കൊക്കെ ഉണ്ടാക്കേണ്ട രീതിയാണ് കാണിക്കുന്നത്. ഇതൊന്ന് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് വരാം. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് ചെറിയ പീസാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മള് പപ്പടം മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ ചമ്മന്തി റെഡിയാണ്. അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം. ഞാൻ അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ചമ്മന്തി കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ മിക്സാക്കി നമുക്ക് കഴിക്കാം. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി. എരിവും ഒക്കെ കറക്റ്റാണ്. സൂപ്പർ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നവരെ ബൈ.